ആശിഷമേകും വിശുദ്ധ ദിനം. സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. ദൈവത്തെ
ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. സ്തുതിപ്പിൻ ആത്മ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവ്വമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. താതൻ സുതൻ ശുദ്ധാത്മനേ, ആമേൻ. ഞങ്ങളുടെ പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏഴകളെയും ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളെയും നിന്റെ തിരുസന്നിധിയിൽ തരുന്നു. ദൈവം അവരെ ആശീർവദിക്കണം, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും നമ്മുടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും വലിയവനായ കർത്താവ് ഒരവസരം തന്നുവല്ലോ. ഈ ആഴ്ചയിൽ മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം അവിടുന്ന് കൂടെയിരുന്നു. പരമാവുന്ന രോഗത്തിൽ നിന്നും മഹാവ്യാധിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ അവിടുന്ന് വിടുവിച്ചു. ആരോഗ്യവും സന്തോഷവും സമാധാനവും തന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായി അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വരുവീൻ ഈ നല്ല സമയം എന്നുള്ളതായ വളരെ മനോഹരമായൊരു പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഈ അവസരത്തിൽ കൊയർ പാടും, അതിനോടൊപ്പം പാട്ടിൽ സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മുടെ സത്യപ്രതിഭ ഗാനങ്ങളിൽ 428 പാട്ടാണ്. 428 നമുക്ക് ചേർന്ന് പാടാം. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം പിന്നാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം പിന്നാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ, അതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റോറുടയവരും, കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റോറുടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു
നീവാ നിത്യജീവൻ നിനക്കേകിടുമേ നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു യേശു വിളിച്ചിടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുമല്ലോ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പും ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. വലിയവനായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നല്ലവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിലും പല ഭവനങ്ങളിലുമായിരുന്ന അടിയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും സത്യത്തിലും ആത്മാവിലും ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാനും ഒരു അവസരം കൊടുത്തതിനായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഈ ഒരു ആഴ്ചക്കാലം മുഴുവൻ കർത്താവിൻ്റെ കൃപയുടെ ഞങ്ങളോട് നടത്തിയല്ലോ. ആവശ്യമായ എല്ലാ നല്ല ദാനങ്ങളും ഞങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്ന് അല്ലെങ്കിൽ അടിയങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തി കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ പ്രേക്ഷകരായി ഞങ്ങളെ ശ്രവിക്കുന്ന അനേകരുണ്ടല്ലോ. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധമാകുന്ന ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കടന്നു വന്നവരുണ്ട്. കർത്താവെ, രോഗത്തിൻ്റെതായ പ്രയാസങ്ങളാൽ അവരുടെ പ്രിയപ്പെട്ടവരും തങ്ങളൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ ഇന്ന് പകൽക്കാലത്തെ ദൂത് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവിന് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ പുതിയ തീരുമാനമുള്ളവരായി, പുതിയ പ്രതിഷ്ഠയുള്ളവരായി ദൈവസേനയിൽ മുൻപോട്ട് പോകാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, എല്ലാവരും തിരുസിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കട്ടെ. കൃപയെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. പുനേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കർത്താവെ കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് ഈ അവസരത്തിൽ ഒരു പ്രത്യേക ഗാനം ശ്രവിക്കാവുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആ പാട്ട് പാടുന്നത് പ്രിയപ്പെട്ട മാത്യു ജോർജ് സഹോദരനാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ വേലയോടനുബന്ധിച്ച് ദീർഘനാളുകളായി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. വളരെയധികം നല്ല സാക്ഷ്യമുള്ളതായ ഒരു വ്യക്തിയാണ്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് ഏറ്റവും അനുഗ്രഹപരമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമുക്ക് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തോടുവാൻ മുറിവിൽ തലോ
ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നനച്ചതില്ല. ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദര യേശു എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിന എഴുതിയ ഗീതം ഒരു പനിനീര് പൂ പോലെ മൃദുലം. വിതുമ്പിയപ്പോൾ ആ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ ആ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. എൻ്റെ ഹൃദയത്തെ തോടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നനച്ചതില്ല. പതിനായിരത്തിലധി ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിന എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. സഹോദരൻ മാത്യു ജോർജ് പാടിയതായ പാട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായൊരു പാട്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിശ്ചയമായിട്ട് നമുക്ക് ശ്രവിക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ. അദ്ദേഹത്തെ കർത്താവ് അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടേതായ പ്രത്യേക നന്ദിയെ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആരാധനാ മധ്യത്തിൽ ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ദൂത് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ എ.ജെ. ടിറ്റോ ആറാട്ടുകുളം അവറുകളാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ വിശദമായിട്ടൊന്നും പരിചയപ്പെടുത്തേണ്ടതായ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പല പ്രാവശ്യം ഈ വേദിയിൽ സംസാരിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയും നമുക്കൊക്കെയും സുപരിചിതനായ ഒരു ആളുമാണല്ലോ.
കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ വചനവുമായി കടന്നു ചെന്ന് വേദപുസ്തകത്തിലെ വിലയേറിയ സത്യങ്ങളെ ഉള്ളതിനെ ഉള്ളതുപോലെ വ്യക്തമായിട്ട് പറയുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഇപ്പോൾ റിട്ടയർഡ് ലൈഫാണ്. അതുപോലെ തന്നെ ആലപ്പുഴ പ്രദേശത്ത് താമസിക്കുന്നെങ്കിൽ തന്നെയും മുഴുവൻ സമയവും എൻ്റെ അറിവ് ശരിയാണ് കർത്താവിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നു. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്കൊരു അനുഗ്രഹകരമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് അത് ശ്രവിക്കുക. അതുപോലെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാസ്റ്ററെ, ഞങ്ങൾ ഈ അവസരത്തിൽ ദൈവനാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വലിയവനായ കർത്താവ് അദ്ദേഹത്തെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം ദൈവസന്നിധാന ബോധമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളെ, ഈ വിശുദ്ധ ശബദ ദിവസത്തിൽ നിങ്ങളേവരെയും കാണുന്നതിനും ദൈവവചനത്തിൻ്റെ അത്ഭുത മർമ്മങ്ങളെ വിശദീകരിക്കുന്നതിനും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിന് ആലപ്പുഴ പത്തനംതിട്ട സഭയുടെ ഭാരവാഹികളെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന് ഈ റെക്കോർഡിങ്ങിലും ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ലിബിന് വേണ്ടിയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ആകമാനം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം അതിപ്രധാനമായൊരു വിഷയത്തെ അധികരിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ടുഡേയ്സ് ടൈറ്റിൽ ഈസ് എൻടൈറ്റിൽഡ് The one who is seated on the white horse. The one who is seated on the white horse. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ എന്ന ശീർഷകത്തിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. വെളിപ്പാട് 19:11 വാക്യം മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. തൽക്കാലം നടത്തുന്നു. വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു, വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവന് 2 തലക്കെട്ടുകൾ ഉണ്ട്. ഒന്ന്, വിശ്വസ്തൻ. The one who is seated on the white horse has 2 synonyms. One is the faithful, വിശ്വസ്തൻ. ആരാണ് വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവും ശാപത്തിൻ്റെ കർത്താവുമായ യേശു ക്രിസ്തു, അവന് 2 നാമകരണങ്ങൾ വേദപുസ്തകം. ഒന്ന്, അവൻ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. എങ്ങനെയാണ് കർത്താവ് വിശ്വസ്തൻ എന്നുള്ള നാമധേയത്തിന് അർഹനായിത്തീരുന്നത്? For God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ അതീവ വിശ്വസ്തനാണ്. He is extremely faithful. His title is he is the faithful. കർത്താവിൻ്റെ ശുശ്രൂഷകൾ നമ്മൾക്കറിയാം. അവൻ്റെ 3.5 കൊല്ലക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ അനവധി രോഗികൾക്ക് വിടുതൽ കൊടുത്തുകൊണ്ട്, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, പിശാച് ബാധിതർക്ക് മോചനം കൊടുത്തുകൊണ്ട്, വെള്ളത്തിന്മേൽ നടന്നുകൊണ്ട്, 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോറ്റിക്കൊണ്ട് സഞ്ചരിച്ച മഹാത്ഭുതവാനായ യേശു ക്രിസ്തു, അവൻ കുരിശിൽ പ്രഖ്യാപിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് പൂർത്തിയായിരിക്കുന്നു. രക്ഷാപദ്ധതി കുരിശിൽ പൂർത്തീകരിച്ച, കുരിശിന് പുതിയ മാനദണ്ഡത്തെ പ്രദാനം ചെയ്ത യേശു മഹാരാജാവ്
ഗെത്സമനയിലെ തോട്ടത്തിൽ വെച്ച് വേണമെങ്കിൽ ഈ രക്ഷാപദ്ധതിയെ വിരാമമിട്ടുകൊണ്ട് രക്ഷ പ്രാപിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ അഖില ലോക മനുഷ്യകുലവും മരണത്തിന് വിധേയരാകുമായിരുന്നു. കർത്താവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സന്ദർഭോചിതമാണ്. ഫാദർ, ലെറ്റ് ദിസ് കപ്പ് if possible pass through, but not my will but thy will be done. അതീവ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഏകജാതപുത്രൻ, മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരൻ, അപ്പോസ്തലനായ പൗലോസ് പ്രതിനിധീകരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള പ്രതീകം, ദൈവത്തിൻ്റെ സമ്പൂർണത അവനിലല്ലോ ദർശിക്കുന്നത്. കൊളോസ്യർ 2:9 ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സർവസമ്പൂർണത അവനിൽ പ്രതിബിംബിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് ശ്രവിക്കാം. കൊളോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. in bodily form he exhibited and manifested the fullness of God. In other words, he was the unique incarnation. അവൻ അതീവ വിശ്വസ്തനായിരുന്നു. നിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച യേശു ക്രിസ്തു ക്രൂശിന്മേൽ ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മഹാകാരുണ്യവാനായ യേശു മിശിഹ, അവങ്കലേക്ക് നമ്മൾ നോക്കുവാൻ ഞാൻ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. He was faithful unto the completion of his mission, the crucifixion. He suffered the entire sufferings on behalf of the entire humanity, and he became the Lamb of God which taketh away the sins of the world. യോഹന്നാൻ 1:29 സ്നാപക യോഹന്നാൻ വർഷങ്ങൾക്കും പ്രഖ്യാപിച്ചു, Behold the Lamb of God which taketh away the sins of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാൺമീൻ. ഇന്ന് അപകടം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില്, കോവിഡിന്റെ അത്യാക്രമണത്താൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് ഹതഭാഗ്യരായ ജനലക്ഷങ്ങളോടും ജനകോടികളോടും വേദപുസ്തകം ആവശ്യപ്പെടുന്നു, Look at that Savior, Jesus the Christ, the Lamb of God, who was slain before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിനെ ദർശിക്കുവേ. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ അതീവ വിശ്വസ്തനാണ്. He is the most faithful person because he is the true incarnate of God. രണ്ടാമത്തെ തലക്കെട്ട്, അവൻ നീതിയോടെ വിധിക്കുന്നവനാണ്. He is a God who judges the entire universe in justice. He is the very embodiment of justice. ഇന്ന് നാം ജീവിക്കുന്ന ലോകം കാപട്യമാർന്നു. ചങ്ങമ്പുഴ പാടി, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ചങ്ങമ്പുഴ വളരെ വലിയ ആ കവിവര്യൻ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, He was the most faithful God. He was the very embodiment of justice. He judges the whole universe in justice. ദൈവത്തിൻ്റെ 10 കൽപ്പനകളെപ്പറ്റി ലോകവ്യാപകമായിട്ട് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാര് ഉത്ബോധിപ്പിച്ച് പ്രഖ്യാപനം ചെയ്യുന്നു.
ദൈവകൽപ്പനകളുടെ ആവശ്യകതയും സാങ്കത്യത്തെയും പറ്റി പ്രതിപാദിക്കുന്ന അഖില ലോക പ്രവചന പ്രസ്ഥാനമായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ വെളിപ്പാട് പുസ്തകത്തിന്റെ അന്തസ്സത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജസ്റ്റിസ്, ഹി ഈസ് എ ജസ്റ്റ് ഗോഡ്. അവന്റെ കൽപ്പനകളെ പറ്റി വേദപുസ്തകം പറയുന്നത് അത് ന്യായമാർന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 12-14 വാക്യങ്ങൾ. റോമൻസ് 7th chapter verses 12 and 14 declare the justice of the commandments of God. The just. വായിക്കാം. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും, കൽപ്പന വിശുദ്ധവും, ന്യായവും നല്ലതും തന്നെ. ന്യായവും നല്ലതും തന്നെ. 14-ാമത്തെ വാക്യം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. നാം അറിയുന്നുവല്ലോ. വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ദാതാവ് അതീവ വിശ്വസ്തനും ന്യായത്തോടുകൂടെ ന്യായവിധി നടത്തുന്നവനുമാകുന്നു. വെളിപ്പാട് 14-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ 1-ാം മാലാഖ മുഴു ലോകത്തോടും ഒരു പ്രഖ്യാപനം ചെയ്യുന്നു. 14-ൽ 6-7 വെളിപ്പാട് 14th chapter verses 6 and 7. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ there was an everlasting gospel. There is an everlasting gospel. ദൈവത്തെ ഭയപ്പെട്ട് fear God അവന് മഹത്വം കൊടുപ്പീൻ and give glory to him. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. For the hour of his judgment is come. Amen. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ട്. This is a universal call for the worship of the creator God. The sanctity and the peculiarity of the Holy Sabbath is so relevant in the 21st century, my dear friends. There are hundreds and thousands of preachers and people across the world in the name of Jesus. They deny the Holy Sabbath and thereby they are in a catastrophic end. They are in the most hazardous, in the most deep ocean without finding the shore at all. മുഴു ലോകവും നടുക്കടലിൽ അകപ്പെട്ട് കര കാണാതെ മുങ്ങിച്ചാകുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിൽ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ പ്രഖ്യാപിക്കുന്നു, കം അൺടു മീ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19, 11, 27, 28 വാക്യങ്ങളിൽ മുഴു ലോകത്തോടും കൂടെ ഒരു പ്രഖ്യാപനം ഈ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ ചെയ്യുകയാണ്. എന്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. 28 വായിക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. A universal call to those who are toiling and those who are tiresome, those who are completely decayed and trampled down. Come unto me, I will give you rest. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. എൻ്റെ നുകം എടുത്ത് എന്നെ അനുഗമിപ്പിൻ. A universal appeal to the kings and to the emperors, to the administrators and the presidents and prime ministers, to the great generals of the army, to the singers, to the advocates, to the judges, to the ordinary spademan. The call is, come unto me. നിങ്ങൾ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ ലോകവ്യാപകമായ ക്ഷണം നൽകുന്ന യേശു മഹാരാജാവ് അവൻ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിക്കൊണ്ട്
അവൻ്റെ പ്രത്യേകതകളെപ്പറ്റി നാം ഇന്ന് ചിന്തിക്കുകയാണ്. വെളിപ്പാടിൻ്റെ പ്രവചനം 19-ാം അധ്യായം 12 മുതൽ വാക്കുകൾ നമുക്ക് വായിക്കാം. ഇവൻ്റെ രൂപഗുണങ്ങളെപ്പറ്റി നമുക്ക് വായിക്കാം. അവന്റെ കണ്ണ് അഗ്നിജാല, അവൻ്റെ കണ്ണ് വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ്റെ കണ്ണ് അഗ്നിജ്വാല, ഫ്ലെയിംസ് ഓഫ് ഫയർ. ദാറ്റ് ഈസ് ഹിസ് ഐസ്. തലയിൽ അനേകം രാജമുടികൾ, അനേകം രാജമുടികൾ തലയിൽ ഉള്ള വ്യക്തി. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. There is a unique name written on him. He only knows the gravity of that name. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ്. He is wearing a vestment sprinkled with the blood and sprinkled with his own shed blood. അതാണ് വേദപുസ്തകത്തിന്റെ പ്രത്യേകത, നമുക്ക് തരുന്ന രക്ഷാമാർഗം. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. He is called the Logos. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. വെള്ളക്കുതിരമേൽ കയറി അവനെ അനുഗമിച്ചു. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ജാനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹിയിൽ നിങ്ങൾ ചെന്ന് കണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി മുതൽ പേര് രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പായിട്ട് വെള്ളക്കുതിരമേൽ ഇരുത്തി ഒരു പ്രധാന കുതിര ചേവകര് ആ വെള്ളക്കുതിരയെ നയിക്കും. അതിൻ്റെ പുറകെ സൈന്യങ്ങളുടെ നേതാക്കന്മാർ, 3 സൈന്യങ്ങളുടെയും നേതാക്കന്മാർ, അവർ പ്രത്യേക ഉപവിഷ്ടരായ പ്രത്യേക സീറ്റുകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഘോഷയാത്ര, ബാൻഡ് മേളങ്ങൾ, വലിയ ഓർക്കസ്ട്രകൾ, വലിയ പാട്ടുകൾ, ഗംഭീര സംഗീതത്തോടുകൂടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാറുണ്ട്. അതാത് കാലങ്ങളിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഒമ്പിച്ച ആളുകളെയൊക്കെ ക്ഷണിക്കും. ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോ റഷ്യൻ പ്രസിഡന്റിനെയോ അങ്ങനെ ജർമ്മൻ ചാൻസലർ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രാധാന്യതയെപ്പറ്റി അവർ പ്രസംഗിക്കും. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതവും അതുപോലെ ജനത്തെ വളരെ എന്നാൽ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരം ഒരു രാഷ്ട്രീയ പ്രേരിതമായ വസ്തുതയല്ല. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായവനെ അനുഗമിച്ചുകൊണ്ട് ശുഭ്രവസ്ത്രധാരികളായ അനവധി പേർ മറ്റ് വെള്ളക്കുതിരമേൽ സഞ്ചരിച്ച് അനുധാവനം ചെയ്യുന്ന ഒരു വമ്പിച്ച കാഴ്ചയെ ദർശനത്തിലൂടെ വെളിപ്പാടുകാരൻ കാണുകയാണ്. വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. ഇരുമ്പുകോൽ, വിത്ത് അയൺ റോഡ് ഹി റെയിൻസ് ആൻഡ് റൂൾസ് ദം. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപം ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. മദ്യത്തിന്റെ ചക്ക് വളരെ ആലങ്കാരിക ഭാഷയിലാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മുന്നോട്ട് പോവാം. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാം അവന്റെ 2 പേരുകള്. പ്രാരംഭത്തിൽ നമ്മൾ 2 ഗുണവിശേഷങ്ങള്, the salient features of the one who was seated on the white horse. He was righteous and he was the faithful. Now 2 names are given. എന്താണ്? രാജാതി രാജാവ്, കർത്താതി കർത്താവും, Lord of lords and King of kings എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഈ പ്രത്യേക നാമധാരിയായ ആ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായ യേശു മഹാരാജാവ്, He is called the Lord of Lords. ലോകമെമ്പാടും മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളെയും മനുഷ്യനിർമ്മിത ദേവന്മാരെയും മനുഷ്യനിർമ്മിത രക്ഷിതാക്കളെയും അവതാരങ്ങളെയും നിർഭാഗ്യവശാൽ
ദൈവരാഹിത്യം എന്തെന്നറിഞ്ഞുകൂടാതെ യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, there is only one and one alone who is due for worship, and his name is the Lord of Lords and the King of Kings. പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് വിധേയനായ രാജാധിരാജാവും കർത്താധികർത്താവും ആ യേശു ക്രിസ്തുവാണ് ഈ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ. അവൻ്റെ കണ്ണുകൾ തീജ്വാല പോലെ ഇരുന്നു. അവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് ആത്യന്തികമായ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തെ ദർശനത്തിലൂടെ വെളിപ്പാടുകാരനായ യോഹന്നാന് നൽകുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സൂര്യനിൽ നിന്ന് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും സർവപക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. This is a clarion call for the feast of the marriage of the Lamb of God. The feast for the marriage of the Lamb of God. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്കുള്ള വലിയ ക്ഷണം. ആ ക്ഷണത്തില് സർവാളുകളുടെയും മാംസത്തെ പരാമർശിക്കുകയാണ്. ഇതിന്റെ അർത്ഥം അഖിലാണ്ടത്തില് സൂര്യന് കീഴെ സർവ മനുഷ്യരാശിക്കും സർവ രാജാക്കന്മാർക്കും സർവ മഹത്തുക്കൾക്കും സർവ സഹസ്രാധിപന്മാർക്കും സർവശ്രേഷ്ഠന്മാർക്കും സർവ ഭരണാധികാരികൾക്കും ഏഴകൾക്കും യാചകന്മാർക്കും മുറിവുള്ളവർക്കും തീരാരോഗികൾക്കും എല്ലാം ആശ്വാസദായകനായ അഖിലാണ്ടത്തിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്ന് യെശയ്യാവ് പ്രവാചകൻ പ്രതിപാദിക്കുന്ന ആ യുണീക്ക് രക്ഷകൻ, അനന്യനായ ആ മഹാരക്ഷകൻ. He is the unique savior with the entitled title such as the Lord of Lords and the King of Kings. ഇവനെ നാം ഇന്ന് ദർശിക്കണം. ഇന്ന് ഈ മധ്യാഹ്നത്തോടെടുക്കുന്ന വേളയിൽ എന്നെ ശ്രവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജാധിരാജാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകമായി ദർശിക്കണം. ഈ കർത്താധികർത്തനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിനുള്ള ബൃഹത്തായ പരിപാവനമായ അതിശ്രേഷ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ ആത്യന്തികമായൊരു വേല നിർവഹിക്കുന്നുവെന്ന് വേദപുസ്തകം പറയും. അവൻ പഴയ പാമ്പിനെയും കള്ളപ്രവാചകനെയും മൃഗത്തിനെയും ആത്യന്തികമായി ഒരു തീയിലിട്ട് ദഹിപ്പിക്കുന്ന ഒരു ദണ്ഡനത്തെ പറ്റി വേദപുസ്തകം പറഞ്ഞു. നമുക്ക് മുന്നോട്ട് വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടി ഞാൻ കണ്ടു. ദർശനത്തിൽ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ മൃഗത്തെയും കള്ളപ്രവാചനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ
ഏറ്റവും മഹാസന്തോഷത്തിന്റെ ദിനമായിട്ട് വി ക്യാൻ ഡിക്ലെയർ ഇറ്റ് ആസ് ദ ഡേ ഓഫ് ദ വേൾഡ്സ് ഹിസ്റ്ററി. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നുന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 6 മുതൽ 14 നൂറ്റാണ്ട് വരെയുള്ള അന്ധകാര യുഗത്തില് കോടിക്കണക്കിന് രക്തസാക്ഷികളെ അന്നത്തെ പള്ളി മേധാവികൾ കൊന്നൊടുക്കിയതായിട്ട് ലിഖിത അലിഖിത ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Great martyrdom of the people who upheld Jesus and his commandments. They were brutally killed. നിങ്ങൾക്കറിയാം, 1517 മാർട്ടിൻ ലൂഥർ വിറ്റൻബർഗ് സർവകലാശാലയിൽ 95 തീസസ് ആ നിബന്ധനകൾ പതിച്ചപ്പോൾ അന്ന് ആരംഭിച്ച മതനവീകരണത്തോട് തുടർന്ന് ഇന്ന് ഏകദേശം 600 കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ മധ്യാഹ്നത്തിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ റോമൻ നേതൃത്വം, അന്നത്തെ പാപ്പാത്വം മാർട്ടിൻ ലൂഥറോട് ആവശ്യപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തെ യു റീകാന്റ്, you withdraw and confess that all these things are wrong. ലൂഥറിന് അതിന് ലഭിച്ചില്ലെന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, here I stand and I will not recant. അതാണ് ലൂഥർ. മതനവീകരണത്തിൻ്റെ അധ്യായത്തെ തുടർന്ന് നമ്മൾ ആ മതനവീകരണ we are living in the post reformation period. അതിനെതിരായിട്ട് ജസ്യൂട്ട് പാതിരിമാൽ രൂപപ്പെടുത്തിയ കൗണ്ടർ റെഫോർമേഷനെ പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ ഇതിനെയെല്ലാം പല രൂപഭേദങ്ങളും അവർക്കിഷ്ടമുള്ള നിർദ്ദേശങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെയും അതിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെയും എല്ലാം എപ്പിഫാനസ് 4 ഈ 666 നമ്പർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വൈകൃതമായ ചിത്രീകരണം ചരിത്രത്തിലും വേദപുസ്തക ചരിത്രത്തിലും നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം അതീവ അപകടകാല വി ആർ ലിവിങ് ഇൻ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് ഡേഞ്ചറസ് സോൺ. അത് COVID-19 വ്യാപ്തിയിലൂടെ അല്ല, മറിച്ച് വേദപുസ്തകരഹിതമായ പഠിപ്പിക്കലുകളുടെ ജലപ്രളയത്തില് ക്രിസ്ത്യാനിത്വം തന്നെ അമ്പേ മുങ്ങിത്താഴുന്ന ഒരു മധ്യാഹ്നത്തില് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, ലുക്ക് അറ്റ് ദ വൺ ഹു ഈസ് സീറ്റഡ് ഓൺ ദ വൈറ്റ് ഹോഴ്സ്. ലോക ക്രിസ്ത്യാനിത്വം, റോമാ പാപ്പാത്വവും അപ്പോസ്റ്റേറ്റ് പ്രൊട്ടസ്റ്റാന്റിസവും വൈകൃതമായ പ്രൊട്ടസ്റ്റാന്റ് സമൂഹങ്ങളും അങ്ങനെ അത് ആയിരക്കണക്കിന് പള്ളികളും നാമധേയങ്ങളുമുള്ള ഒരു വ്യവസ്ഥിതി നിർഭാഗ്യവശാൽ അപ്പോസ്തലിക ക്രിസ്ത്യാനിത്വത്തിന് പകരം ബാബിലോണിയൻ മതമായിട്ട് തരം താഴ്ന്നിരിക്കുന്ന ഈ മധ്യാഹ്നത്തിന് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു, look at the one who is seated on the white horse. ആ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ ദർശിക്കുവീൻ, കാൺമീൻ. അവൻ നിങ്ങൾക്ക് ജീവന പ്രദാനം ചെയ്യുന്ന രാജാധിരാജാവാണ്. He is a unique savior who gives you life eternal. 2000 സംവത്സരങ്ങൾക്ക് മധ്യാഹ്നത്തില് ആ ശമര്യ പട്ടണത്തില് ശമര്യ ഗ്രാമത്തില് ഉള്ള ആ കിണറിൻ്റെ വക്കത്ത്
ശമര്യക്കാരത്തെ കണ്ടുമുട്ടി ജീവന്റെ ജലത്തെ പ്രദാനം ചെയ്ത് അവളുടെ രീതികളെപ്പറ്റി പ്രഖ്യാപിച്ചവൾ അത്ഭുത സ്തബ്ധയായപ്പോൾ കുടം വെച്ചിട്ട് ഓടി ശമര്യയിൽ ചെന്ന് സർവ്വജനത്തെയും കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ചരിത്രം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്ന, അവര് അന്നത്തെ അനാചാരമായ ഇന്ന് ലോകത്തിന്റെ ഭാഗത്ത് നിലനിൽക്കുന്ന തീണ്ടൽ തൊടിയിൽ വ്യവസ്ഥിതി നിലനിന്നപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശമര്യക്കാർ മുഴുവൻ അവനെ രാജാധിരാജാവായിട്ടും രക്ഷകനായിട്ടും ജീവന്റെ ദാതാവായിട്ടും അംഗീകരിച്ചു. ഇന്നത്തെ ആവശ്യം, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്നവരെ, നിങ്ങളുടെ ആവശ്യകത, നിങ്ങളുടെ രഹസ്യ പരസ്യ പാപങ്ങളെ ഈ മധ്യാഹ്നത്തിൽ ഉപേക്ഷിക്കണം. യു സറണ്ടർ യുവർ ലൈഫ്സ് and confess your secret and public sins one another. Come to reconciliation. അനുരഞ്ജനത്തിലേക്ക്. മാനുഷിക രാഷ്ട്രീയ നേതാക്കന്മാര് വളരെ നയതന്ത്രജ്ഞതയോടുകൂടി പുതിയ മുദ്രാവാക്യങ്ങളെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി കൽക്കട്ടയിൽ പ്രഖ്യാപിച്ചു, അസോലോ പരിവർത്തൻ. ബംഗാളിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ പരിവർത്തനത്തിന് വേണ്ടി ഒരുങ്ങും. ഇന്ന് രാഷ്ട്രീയമായ പരിവർത്തനമെല്ലാം നാമധേയമാണ്, താൽക്കാലികമാണ്. വേദപുസ്തകം ആവശ്യപ്പെടുന്നത്, വേദപുസ്തകരഹിതമായ ഈ കാലഘട്ടത്തില് വേദ അറിവുകളുടെ മുത്തുകളെ പ്രദാനം ചെയ്യുന്നുകൊണ്ട് ലോകവ്യാപകമായിട്ട് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് പ്രവചന പ്രസ്ഥാനത്തിന്റെ വക്താക്കള് മുഴു ലോകത്തോടും പ്രഖ്യാപിക്കുന്നു, സർവഭാഷയും സർവഗോത്രവും സർവവംശവും സർവ മനുഷ്യരും സ്വതന്ത്രരും അതുപോലെ അടിമകളും എല്ലാവരും സ്രഷ്ടാവായ യേശുക്രിസ്തുവിനെ, സാബത്തിന്റെ കർത്താവായ ക്രിസ്തു മഹാരാജാവിനെ കണ്ടുമുട്ടി അവൻ്റെ മക്കളായിത്തീരുന്നതിന്, അവൻ്റെ പുത്രന്മാരായിത്തീരുന്നതിന് ഉള്ള വലിയൊരു ക്ഷണം ഈ മധ്യാഹ്നത്തിൽ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ ലോക എമ്പാടുമുള്ള ജനതയോട് പ്രസ്താവിക്കുക. The entire nations and the people across the continents are given the clarion call by the one who is seated on the white horse. My children, my daughter, my son, come to me. I am the source of യേശു ക്രിസ്തുവിൻ്റെ, ഞാൻ ആൽഫയും ഒമേഗയുമായ ഞാൻ, ജീവന്റെ അപ്പമായ ഞാൻ, ജീവജലത്തെ പ്രദാനം ചെയ്യുന്ന ഞാൻ. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ. ശമര്യക്കാര സ്ത്രീയും ശമര്യ പട്ടണവും അവിടുത്തെ ജനതയും ആ ഒരു മധ്യാഹ്നം കൊണ്ട് ആ രാജ്യം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക്. ഇതാണ് യേശുക്രിസ്തുവിന്റെ മതം. The religion of Jesus is engulfed and it is surrounded by the compassion and the grace of the mighty God, the Lord of Lords and God of gods. അവൻ്റെ കൃപയിലേക്ക് ഇന്ന് ക്രിസ്ത്യാനിത്വം ഒരു അപകട മേഖലയിൽ കൂടെ കടന്നു പോകുകയാണ്. വിഗ്രഹാധിഷ്ഠിതമായ മനുഷ്യനിർമ്മിതമായ നിയമാവലികളോടുകൂടെ, വിശുദ്ധ സാബത്തിന്റെ ലംഘനത്തോടുകൂടെ, ഞായറാഴ്ച എന്നുള്ള ഒരു വേദപുസ്തകം അറിയാത്ത ഒരു പഠിപ്പിക്കലിലൂടെ, പുണ്യവാളന്മാരെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ, പ്രേതാത്മവാദത്തിന്റെ വക്താക്കളായി ക്രിസ്തീയ മേലധ്യക്ഷന്മാർ തരം താണിരിക്കുന്ന ഒരു കാലഘട്ടത്തില് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, മനുഷ്യമതങ്ങൾക്കോ മാജിക്കുകൾക്കോ മനുഷ്യന്റെ തത്വശാസ്ത്രത്തിനോ
കമ്മ്യൂണിസത്തിനോ ഭൗതികവാദത്തിനോ ഡാർവിനിസത്തിനോ നിരീശ്വരത്വത്തിനോ ഒന്നും യാതൊരു സ്ഥാനവും. അതെല്ലാം മനുഷ്യനിർമ്മിതമായ കാപട്യങ്ങളാണ്. The entire world is today in the jail, in the central jail of atheism, agnosticism, communism, materialism, radicalism and innumerable isms of the world. ബാബിലോൺ അത് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ റോമ പാപ്പാത്വവും അപ്പോസ്റ്റേറ്റ് വൈകൃതമായ പ്രൊട്ടസ്റ്റാന്റിസവും കൂടെ യോജിച്ചുകൊണ്ട് പാപ്പാത്വത്തിന്റെ കുടക്കീഴിൽ അവരുടെ ഞായറാഴ്ചക്ക് വന്ദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, മൈ പീപ്പിൾ കം ഔട്ട് ഓഫ് ബാബിലോൺ. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ വെളിപ്പാടുകാരനായ യോഹന്നാനിലൂടെ പ്രഖ്യാപിക്കുന്നു, എൻ്റെ ജനമായുള്ളവരെ അവളുടെ ബാധകളിൽ പങ്കാളികളാകാതെ, അവളുടെ ആ നികൃഷ്ടങ്ങൾ ഓഹരിക്കാരാകാതെ ഇരിപ്പാൻ come out, അവളെ വിട്ടു പോരുവിൻ. വെളിപ്പാട് 18:4. A declaration. The Magna Carta of the present Christianity is this declaration. വായിക്കാം. വേറൊരു ദൂതൻ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി കേട്ടത്, എന്റെ ജനമായുള്ളവരെ, my people, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും you be not partakers of her sins, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാതെ ഇരിപ്പാൻ, you be not sharers of her plagues, അവളെ വിട്ടു പോരുവിൻ. come out of her, my people. സ്നേഹമസൃണമായ ഒരു ക്ഷണം, ആധികാരികമായ invitation of authenticity and authority by the awesome God Jesus the Christ. ഈ ക്ഷണം നിസ്സാരമല്ല. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിലേക്ക് ലോകവ്യാപകമായിട്ട് എല്ലാ പാപികളെയും, എല്ലാ പുരോഹിതന്മാരെയും, എല്ലാ കർദിനാളന്മാരെയും, എല്ലാ പൂജാരികളെയും, എല്ലാ ശ്രേഷ്ഠ ദിവ്യദാസന്മാരെയും, മഠാധിപതികളെയും, നേതാക്കന്മാരെയും, പ്രധാനമന്ത്രിമാരെയും, ജാതിമത വ്യത്യാസമന്യേ ക്ഷണം നൽകുന്ന യേശു ക്രിസ്തു. The invitation today is a wholesome invitation. The one who is seated on the white horse is the unalterable yesterday, today and tomorrow. മാറ്റമില്ലാത്ത, ഇന്നലെയുടെയും ഇന്നിൻ്റെയും നാളെയുടെയും മാറ്റമില്ലാത്ത അനന്യനായ യേശുക്രിസ്തു, സമാധാനത്തിൻ്റെ രാജാവ്, മഹാവൈദ്യൻ, അബ്രഹാമിൻ്റെ ദൈവം, ഈസഹാക്കിന്റെ ദൈവം, പ്രവാചകന്മാരുടെ ദൈവം, സാബത്തിന്റെ കർത്താവ്. അവൻ പ്രഖ്യാപിക്കുന്നു, മൈ പീപ്പിൾ, ദ എൻഡ് ഈസ് നിയർ. ലോകം അത്യവസാനത്തിലേക്ക് എത്തുകയാണ്. ശ്രീ കളത്തിൽ വർഗീസ് എന്ന വന്ധ്യവയോധികൻ ഏകദേശം 10 പുസ്തകങ്ങൾ മുന്നറിയിപ്പിൻ്റെ ദൂതുകളായിട്ട് വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അതിലൊരു പുസ്തകം പറയുന്നത്, റൈസ് അപ്പ്, വേക്ക് അപ്പ്, അവർ ഈസ് 12 o'clock. 12 മണി നേരം സമാഗതമായിരിക്കുന്നു, ഉണരുവീൻ. മറ്റ് പല പുസ്തകങ്ങളും അദ്ദേഹം വിരാജിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം വെളിപ്പാടിൻ്റെയും ദാനിയേലിൻ്റെയും പ്രവചനങ്ങൾ, ആ 22, 12, 34 അധ്യായങ്ങൾ ധ്യാനപൂർവം പഠിച്ചുകൊണ്ട്, സമയകാല പ്രവചനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അന്ത്യ 7 ബാധകളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട്, അന്ത്യ 7 കാഹളത്തിന്റെ ധ്വനികൾ പുറപ്പെടുവിക്കുന്ന യേശു മഹാരാജാവിന്റെ വിളിയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സർവാധിപനായ, ന്യായവിസ്താരത്തിന്റെ ഉടമസ്ഥനായ,
പരിശോധന ന്യായവിധി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് നമ്മളുടെ എല്ലാ പാപങ്ങളോടും എല്ലാ അകൃത്യങ്ങളോടും കൂടി നമുക്ക് ചെന്ന് ചേരാം. ഈ മനോഹരമായ മധ്യാഹ്നത്തില് വിശുദ്ധ പ്രവാചകനായ യെശയ്യാവ് പറയും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത യെശയ്യാവ് 1:18. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വ്രണിതരായിരിക്കുന്നവരെ, കോവിഡ് ബാധയാൽ നിരാശരായിരിക്കുന്നവരെ, സ്വന്തം ബന്ധുക്കൾ നഷ്ടപ്പെട്ടത് മൂലം പ്രയാസത്തിൽ കഴിയുന്നവരെ, ദൈവത്തിന്റെ കൽപ്പനകളെ മാനിക്കാതെ ഇതുവരെ ജീവിച്ച സഹോദരി സഹോദരന്മാരെ, the time is now at hand for you. വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന ഈ രക്ഷാപദ്ധതിയുടെ സമയം സമാഗതമായിരിക്കുന്നു. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവനും അവനെ അനുധാവനം ചെയ്യുന്ന അനവധി വെള്ളക്കുതിരകളിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരോടൊപ്പം ദൈവരാജ്യത്തില് എളിയ പങ്കാളിത്തത്തിനു വേണ്ടി നിങ്ങളെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മധ്യാഹ്നത്തില് നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ബിനിത സാമുവൽ പ്രത്യേക ഗാനം ആലപിച്ച് ആ സമർപ്പണ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലുകളിന്മേൽ എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ നിങ്ങളെ സജ്ജീകരിക്കട്ടെ. സമാധാനത്തിന്റെ രാജാവ് പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവരെ നിങ്ങൾ ദർശിക്കുന്നതിലൂടെ അവന്റെ നിബന്ധനകളെയും തത്വങ്ങളെയും കൽപ്പനകളെയും നിങ്ങൾ വിനയാന്വിതരായി പിന്തുടരുമെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഈ മധ്യാഹ്നത്തിലെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായിത്തീരും. അപ്രകാരം രാജാധിരാജാവും കർത്താധികർത്താവും എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന യേശു മഹാരാജാവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കള്ളപ്രവാചകനും മൃഗവും ആയതുപോലെ പിശാചും എന്നേക്കുമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ പോകുന്ന ഗന്ധക തീപ്പൊയ്കയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് വിനയാന്വിതരായി രഹസ്യ പരസ്യ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത് ലോകാവസാനത്തിന്റെ ധീരവക്താക്കളായിട്ട് നിങ്ങൾ ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിന്റെ മഹാരാജാവേ, നീ വലിയവനും ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിന്റെ മഹാഭുജങ്ങളിൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാന്ത്വനം തന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാടാകയാൽ തിരുനാമത്തിന് സ്തോത്രം. നിന്റെ വിലയേറിയ വലിയ സദ്യയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരിക്കെ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് യേശുവിൻ്റെ സാക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വേശ്യ, ആ ചുവപ്പ് മൃഗത്തിന്മേൽ ഉപവിഷ്ടയായിരിക്കുന്ന വേശ്യയെ വിട്ടകന്ന് ബാബിലോണിനെ അകന്ന് രൂപാന്തരപ്പെടുന്നതിന്, നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും യുവതി യുവാക്കളെയും നിരാശയുടെ പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുന്നവരെയും ലോകത്തിലെ മുഴുവൻ ഭരണകർത്താക്കളെയും സ്വതന്ത്രന്മാരെയും നൈരാശ്യം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെയും വിവാഹിതരായ എന്നാൽ
ദൗർഭാഗ്യത്തിൽ അലയുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും പ്രായഭേദമന്യേ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഈ സമർപ്പണം ഇന്ന് സ്വീകാര്യമായിരിക്കട്ടെ. വെള്ളക്കുതിരമേൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ ശ്രദ്ധിച്ചുകൊണ്ട്, അവൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നിത്യരാജ്യത്തിൻ്റെ പങ്കാളിത്വത്തിലേക്ക് നിങ്ങളായിത്തീരുന്നതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. മാരാനാഥ, യേശുവേ വേഗം വരേണമേ. ആമേൻ. വളരെ അനുഗ്രഹപ്രദമായ ഹൃദയസ്പർശിയായ ഒരു ദൂത് എന്ന് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു. ദൈവം തൻ്റെ ശ്രേഷ്ഠദാസനിലൂടെ ഇന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. നമ്മൾ കേട്ടതായ വചനത്തിനൊത്തവണ്ണം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനമായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രദീപ ഗാനങ്ങളിൽ നിന്നും 315 പാട്ട് സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്നുള്ള പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. 315. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഇന്നു മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവരാ വിലപാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിദേവരാ വിലപാരിൽ വിശ്രമവും. കർത്തൃക്കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇന്ന് അടിയങ്ങൾ കേട്ടതായ വചനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെയും പാപങ്ങളെയും അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ആത്മാവിനാൽ അവന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അങ്ങയുടെ വഴിയെ ജീവിപ്പാൻ കർത്താവേ, അങ്ങയുടെ നല്ല വഴികളിൽ ഓടുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ലോകം അന്ധകാരത്തിലേക്ക്
അമരുമ്പോൾ, അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടുത്തെ അത്ഭുത വെളിച്ചത്തിനൊത്തവണ്ണം അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതയോട്ടം സ്ഥിരതയോടെ ഓടുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ഘോഷിച്ച അങ്ങയുടെ ശ്രേഷ്ഠദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുടുംബമായി അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുന്ന ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെല്ലാ പ്രതികൂലങ്ങളെയും അവിടുന്ന് അകറ്റി അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ അവിടുന്ന് ശക്തിയെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിക്കൂടാത്ത ഹൃദയം അടിയങ്ങൾക്ക് നൽകണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ അടിയങ്ങളെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പൈശാചികൻ കൊണ്ടുവരുന്നതായ സകല തന്ത്രങ്ങളിലും അകപ്പെടാതെ വണ്ണം അങ്ങയുടെ സ്വർഗദൂതന്മാരാൽ അവിടുന്ന് ഞങ്ങളെ കാവൽ ചെയ്യണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ അനുദിനം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ശക്തീകരിച്ചല്ലോ, ആ വലിയ ദയക്കായി തിരുമേനിയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കഷ്ടമനുഭവിക്കുന്ന എല്ലാ ജനതയോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ അവർക്ക് ബലം നൽകണമേ. തിരുവിതെങ്കിൽ എഴുന്നേറ്റ് അങ്ങയുടെ നാമത്തെ മഹത്തീകരിപ്പാൻ അവിടുന്ന് ശക്തിയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് മേഘാരൂഢനായി വരുമ്പോൾ അവിടുത്തെ വിശുദ്ധന്മാരോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണമേ. ഇത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടിച്ചതെല്ലാം ഉപകാരക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അവിടെ ഞങ്ങളെ വഴി നടത്തണം. എല്ലാം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിശുദ്ധമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുവിഷ്ടം സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളോടും ലോകത്തെമ്പാടും ഇത് ശ്രവിക്കുന്ന ശ്രോതാക്കളോടും രോഗശൈലി കഴിയുന്നവരോടും ഇവിടുത്തെ ശുശ്രൂഷകന്മാരോടും ഈ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരോടും ഇന്നുമെന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ആയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഇന്നത്തെ ദിവ്യാരാധനയിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ നേരുന്നു. അതുപോലെ തന്നെ ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വചന ശുശ്രൂഷ അല്ലെങ്കിൽ വചനം നമ്മളോട് സംസാരിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എ.ജെ. ടിറ്റോ അവர்களോട് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ വേദവായനയിലൂടെ നമ്മെ നയിച്ച പാസ്റ്റർ ജോൺ ഫിലിപ്പ് അവர்களോടും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുന്നു. ദൈവം അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേകമായി നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത ദിവസം അല്ലെങ്കിൽ ആരാധന ദിവസം നമ്മൾ കണ്ടും മുട്ടുവോളം ദൈവം നമ്മോട് കൂടെ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്തൃദിനമാം ശബ
ഷഡ്ദിനം കൊണ്ട് ഭൂമിയെ ചമച്ചവൻ മനുഷ്യ നന്മയ്ക്കുള്ളതെല്ലാമെങ്കി. ഷഡ്ദിനം കൊണ്ട് ഭൂമിയെ ചമച്ചവൻ മനുഷ്യ നന്മയ്ക്കുള്ളതെല്ലാമെങ്കി. ആറാം ദിനം മനുജനെ മെനഞ്ഞവൻ സപ്തനാളതിനെ ശുദ്ധിയാക്കി. ആറാം ദിനം മനുജനെ മെനഞ്ഞവൻ സപ്തനാളതിനെ ശുദ്ധിയാക്കി. താൻ തന്നെ സൃഷ്ടാവെന്നറിഞ്ഞാൻ ഏഴാം ദിനം തനിക്കായി വേർതിരിച്ചു. താൻ തന്നെ സൃഷ്ടാവെന്നറിഞ്ഞാൻ ഏഴാം ദിനം തനിക്കായി വേർതിരിച്ചു. ദിവ്യപ്രമാണങ്ങളിൽ ഉൾപ്പെടുത്തി ഈ ദിനത്തെ താൻ സ്വന്തമാക്കി. ദിവ്യപ്രമാണങ്ങളിൽ ഉൾപ്പെടുത്തി ഈ ദിനത്തെ താൻ സ്വന്തമാക്കി. ശബത്തിനത്തെ മാനിക്കും ജനത്തെ സ്വർഗീയ നന്മ നിറയ്ക്കുമെന്നോതി. ശബത്തിനത്തെ മാനിക്കും ജനത്തെ സ്വർഗീയ നന്മ നിറയ്ക്കുമെന്നോതി. തൻ ദിനത്തെ ആരാധിപ്പാൻ വേർതിരിച്ചു വാഞ്ചിച്ചിടും സ്വർഗശബത്തിനായി. തൻ ദിനത്തെ ആരാധിപ്പാൻ വേർതിരിച്ചു വാഞ്ചിച്ചിടും സ്വർഗശബത്തിനായി. കർത്തൃദിനമാം ശബത്ത് ആശിഷമേകും വിശുദ്ധ